ഇനിയിപ്പോൾ ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാണിച്ച അമിതാവേശമായിരിക്കുമോ? ഇല്ല, ലിയോ, ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇയാൾ 3 വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ അല്ല. ഓക്കെ. ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ ഇൻഅഡ്വർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ ആകസ്മികമായി ചെയ്തു പോയി. അത് വേണമെങ്കിൽ വ്യൂവർഷിപ്പിന് വേണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇയാൾ ഒന്നല്ല, ഇയാൾ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആദ്യത്തെ വീഡിയോയിൽ 3 വിമാനങ്ങൾ എന്ന് പറഞ്ഞു. എന്നിട്ട് ആധികാരികമായിട്ട് ഇയാളങ്ങ് പറയുകയാണ്. അതിൽ 3 റഫാൽ, 1 മിഗ്, 1 സുഖോയി. എന്നിട്ട് മിഗ്, സുഖോയി ഇതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ കഴിവിനെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് റഫാൽ എന്ന് പറഞ്ഞിട്ടുള്ള വിമാനങ്ങൾ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നു. യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത് F-16 എന്ന് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വളരെ ഒരു ആധികാരികതയുടെ പരിവേഷം ഇയാളുടെ ഈ സംസാരത്തിന് മുഴുവൻ ഇയാൾ കൊണ്ടുവരികയാണ്. മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ക്യാമ്പയിൻ മോഡിൽ ഇയാൾ കൊണ്ടുപോകുമ്പോൾ ഇത് ആകസ്മികമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാളുടെ കയ്യിൽ ആകപ്പാടെയുള്ള തെളിവ് എന്തല്ലയോ? ഇയാളുടെ കയ്യിൽ ആകപ്പാടെയുള്ള തെളിവ് ഒരു 4-5 അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവിടുത്തെ പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇയാളുടെ കയ്യിലുള്ള ആകപ്പാടെയുള്ള തെളിവ്. അതിനുശേഷം അയാൾ പറയുന്നത് എന്താണ്? അയാൾ പറയുന്നത് പച്ച കള്ളങ്ങളെ അയാൾ വിളിച്ച് പറയുകയാണ്. അയാൾ പറയുന്നത് എന്താണ്? സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ, കാശ്മീരിലുള്ളവർ അയാളോട് പറഞ്ഞു. അയാൾ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, മറുഭാഗത്ത് ഇന്ത്യയിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണെടുത്തുള്ള പ്രദേശവാസികൾ അയാളോട് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇയാളോട് മാത്രമാണോ? ഇയാൾ ആരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്.